ആ ആവണി എന്ന് പറയുന്ന കുട്ടിയെ കാണുന്നില്ലെന്ന്. അതിനെ നോക്കി നടക്കുക. അച്ഛന്റെ കാര്യം പറയുന്നതിന് മുമ്പ് അവൻ ഫോൺ കട്ട് ചെയ്തു. ആ കുറച്ചു കഴിയുമ്പോ വീണ്ടും വിളിക്കാം. കാര്യം പറയുമ്പോ അവര് പൊക്കോളും. കുട്ടിയെ കാണാനില്ലെന്നോ? വാ നമുക്ക് പോയി നോക്കാം. നമ്മൾ എന്തിനു പോണം? നമ്മുടെ കുട്ടിയൊന്നും അല്ലല്ലോ. മനസാക്ഷിയല്ലേ അരവിന്ദന്? അതൊരു പാവം കുട്ടിയല്ലേ? അവരോടൊപ്പം ആ കുട്ടി കളിക്കുന്നത് ഞാൻ കണ്ടതാ. എത്ര സന്തോഷായിട്ട് ആ കുട്ടി ഉണ്ടായിരുന്നത്. പാവം. എടാ ഒരു കാര്യം, നമ്മൾ ഇവിടെ വന്ന എന്തിനാ ഓർമ്മയില്ലേ? മധുവീതം ആഘോഷിക്കാൻ വന്നതല്ലേ നമ്മള്? അത് ഓരോ കാര്യങ്ങൾ വന്ന് മുടങ്ങിക്കൊണ്ടിരിക്കുക. ഞാനത് മറന്നതല്ല അരവിന്ദേ. അരവിന്ദന് ആ ചിന്ത മാത്രമാ മനസ്സിൽ. ദേഷ്യപ്പെടല്ലേ മാഡം? ആദ്യം ആകാശനെയും ചാരുവിനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക്. എന്നിട്ട് നമുക്കിടയിൽ എന്തെങ്കിലും നടക്കും. മനസ്സിലുള്ളത് പറഞ്ഞപ്പോ നടക്കില്ല, ഒന്നും നടക്കില്ല. കുട്ടി ആ കുഴിയിലേക്ക് പോയെന്നാ തോന്നുന്നേ. ഞാൻ പോയി ആകാശനോട് കാര്യം പറയാം. അരവിന്ദ്, അതിനിടയിലേക്ക് പോണ്ട. ആകാശനെ മാറ്റി നിർത്തി കാര്യം പറയണം. ആകാശേ, ആകാശേ, എന്താടാ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കാം? അതിനിടയിൽ അവന്റെ ഒരു കാര്യം വലിയ കാര്യം. ഒന്ന് വാ. എന്താ? ഒന്ന് വാ. നീ വന്നേ. എന്താ? എന്താടാ പറ നീ. എടാ അച്ഛൻ എന്തോ അപകടം പറ്റി. സബ്സിഡി എടുക്കാൻ പോയി അച്ഛനെ ആരോ അടിച്ച് നിലത്തിട്ടു. അച്ഛൻ ഹോസ്പിറ്റലാ. നീ എങ്ങനെ അറിഞ്ഞു? പ്ലീസ്റ്റാ, അച്ഛൻ ഹോസ്പിറ്റലാന്ന്. നീ അങ്ങോട്ട് ചെല്ല്. ചാരു ഇങ്ങ് വന്നേ. എന്താ? അച്ഛൻ ഹോസ്പിറ്റലാ. അയ്യോ, നമുക്ക് ഉടനെ പോണം അക്കുച്ചേട്ടാ. അയ്യോ ചാരു, അപ്പോ ആവണി മോളുടെ കാര്യം? അതൊന്നും സാരമില്ല അക്കുച്ചേട്ടാ. അക്കുച്ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കി. ട്രിപ്പ് തീരാറായോ? കുറച്ചുകൂടി ഉണ്ട് മല. ചാരു സ്പീക്കറിലിട്. ആരാവുന്ന? ചാരുമോള. ഇവിടെ നടന്നൊന്നും പറയല്ലേ? ഇല്ല മല. മോളെ, ബാലമാമൻ എന്താ പറ്റിയത്? അത് മോളെ ബാലൊന്നും പറ്റിയില്ലല്ലോ. ഗൗതമാമ സത്യമായിട്ടും പറയണം, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല മോനെ. നോണ പറയല്ലേ. ബാലമാമനെ ഇടിച്ചിട്ടിട്ട് കാശും പിടിച്ചു വച്ചു പോയില്ലേ? എന്റെ ബാലമാമൻ ഇപ്പൊ ഹോസ്പിറ്റലിലല്ലേ? പ്ലീസ് എന്നോട് സത്യം പറ ഗോവിന്ദമാമ. ബാല, നീ ഹോസ്പിറ്റലാണെന്ന കാര്യം ആകാശമോനും ചാരുമോളും പറഞ്ഞു. ഗോവിന്ദമാമ സത്യം പറ, എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ മാമ? അവരെങ്ങനെ അറിഞ്ഞത് ഗോവിന്ദ? പറ. കുറച്ചു മുമ്പ് ഞാൻ അരവിന്ദനോട് ഈ കാര്യം പറഞ്ഞിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഗോവിന്ദ, ആരും അറിയരുതെന്ന്. ഫോണിങ് തന്നെ. മോളെ. ബാലമാമ എന്താ പറ്റിയത്? അച്ഛാ ഒന്നുമില്ല മക്കളെ. ബാങ്കിൽ പോയി വരുന്ന വഴിക്ക് ആരോ ഒരുത്തം വന്ന് അടിച്ചു വീഴ്ത്തി കാശും കൊണ്ട് പോയി. അത്രേ ഉണ്ടായുള്ളൂ. അത്രേ ഉള്ളൂന്നോ? ബാലമാമൻ ഇപ്പൊ ഹോസ്പിറ്റലിലല്ലേ? എന്നോട് സത്യം പറ ബാലമാമ. ഹോസ്പിറ്റലിലാണ്, പക്ഷെ ഒരു കുഴപ്പമില്ല. ഡോക്ടർ ഒന്നും പേടിക്കാനില്ലെന്നാ പറഞ്ഞത്. ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, 2-3 ടാബ്ലറ്റും ഉണ്ട്. അത് കഴിഞ്ഞാ വീട്ടിൽ പോവാന്നാ പറഞ്ഞത്. അച്ഛാ, കാശുമായിട്ട് വരുമ്പോ ശ്രദ്ധിക്കണ്ടേ? മക്കളെ, നിങ്ങൾ വിഷമിക്കണ്ട. ഇതും പറഞ്ഞ് അവിടുന്ന് പോരാനൊന്നും നിൽക്കണ്ട. എല്ലായിടത്തും ചുറ്റിക്കറങ്ങി എൻജോയ് ചെയ്ത് സാവധാനം വന്നാൽ മതി.
ശരി ബാലമാമ, ഗോവിന്ദ മാമന് ഫോൺ കൊടുക്കൂ.